എന്താടാ ഇത്? നിനക്ക് കട്ടിലിൽ കയറി കിടന്നൂടെ? ഈ ശബ്ദം കേട്ടപ്പോൾ വേണുവിന് ബോധം വന്നു. അവൻ്റെ അമ്മ അതാ മുൻപിൽ നിൽക്കുന്നു. എന്താ സംഭവിച്ചത് എന്നറിയാതെ വേണു ചുറ്റിനു നോക്കി. ഇന്നലെ രാത്രി സംഭവിച്ചതൊക്കെ സ്വപ്നമായിരുന്നു. അവൻ കിളി പോയതുപോലെ തൻ്റെ അമ്മയെ നോക്കി തറയിൽ അങ്ങനെ കിടന്നു. അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭാഗ്യം, തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് വേണു ഒരു ചെറിയ ചിരിയോടെ പതിയെ കട്ടിലിൻ്റെ കാലിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. എൻ്റെ ഒരു കാര്യം. അവൻ തലയിൽ കൈയും വെച്ച് അങ്ങനെ നിന്നു. പാവ അപ്പൂപ്പനെ സംശയിച്ചു. മരിച്ച തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവരെയൊക്കെ വെറുതെ സംശയിക്കാൻ പാടില്ല, ദൈവം കോപിക്കും, വേണു മനസ്സിൽ പറഞ്ഞു. അതിനുശേഷം ചായ കുടിക്കാനായി അവൻ താഴേക്ക് ചെന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ മുറി തുറന്നു കിടക്കുകയായിരുന്നു. അവൻ പതിയെ അതിനകത്തേക്ക് ചെന്നു. അപ്പൂപ്പൻ്റെ ഫോട്ടോയിൽ നോക്കി മാപ്പ് പറഞ്ഞു. എന്നാലും എൻ്റെ പൊന്നപ്പൂപ്പ, ഞാൻ അപ്പൂപ്പനെ സംശയിച്ചല്ലോ. ഇന്നലെ എന്തൊക്കെയാ സ്വപ്നം കണ്ടത്? ഞാൻ എന്തൊരു പേടിത്തൊണ്ടനാ. അവൻ അപ്പൂപ്പൻ്റെ ഫോട്ടോ നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. എടാ, നീ ഇവിടെ നിന്ന് എന്തെടുക്കുക? മേശപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്ക്, അമ്മ അവനോട് പറഞ്ഞു. അത് കേട്ട് വേണു മേശപ്പുറത്ത് നിന്ന് ചായയും എടുത്ത് TV ഓണാക്കി സോഫയിലിരുന്നു. അപ്പോൾ അവൻ്റെ തലയിൽ ആരോ വന്ന് തട്ടി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അച്ഛൻ നിൽക്കുന്നു. എന്നാൽ ഒരു കൂസലമില്ലാതെ വേണു ചോദിച്ചു, എന്താ അച്ഛ? ഓ, എന്താണെന്ന് നിനക്കറിയില്ലല്ലേ? രാത്രി TV കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയിക്കൂടെ? ഇന്നലെ രാത്രി മുഴുവൻ അത് ഓണായിരുന്നു. ഒന്നാമത് പുതിയ വീട് വെച്ചപ്പോൾ ഒടുക്കത്തെ കറണ്ട് ബില്ല വരുന്നത്. പിന്നെ നിന്റെ അമ്മയുടെ ഒടുക്കത്തെ സീരിയഭ്രാന്ത്. അതിൻ്റെ ഇടയിലാണ് നിന്റെ ഇതുപോലത്തെ കലാപരിപാടി. ഇല്ലച്ചാ, ഞാനല്ല. ഞാൻ ഇന്നലെ TV ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇങ്ങനെ ഓണായെന്ന് എനിക്കറിയില്ല. രാത്രി നീയല്ലേ അവസാനം വരെ TV ഇരുന്ന് കണ്ടത്? ഉറക്കം വന്നപ്പോൾ ഉറക്കച്ചടവോടെ ഓഫ് ചെയ്യാൻ മറന്നിട്ട് കള്ളം പറയുന്നു. വേണുവിൻ്റെ അച്ഛൻ നല്ല അരിഷ്ടത്തോട് സംസാരിച്ചു. അച്ഛാ, ഇനിയൊന്ന് മനസ്സിലാക്ക്, ഞാനല്ലത്. നീ അല്ലെങ്കിൽ പിന്നെ ആര്? മരിച്ചുപോയ നിന്റെ അപ്പൂപ്പനാണോ രാത്രി ഇരുന്ന് TV കണ്ടത്? അത് കേട്ടപ്പോൾ വേണു ഞെട്ടിത്തരിച്ചു പോയി. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പോൾ അതൊക്കെ സത്യമായിരുന്നു. അവൻ്റെ നെഞ്ച് വണ്ടിയുടെ എഞ്ചിൻ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്ന വഴക്കൊന്നും അവൻ പിന്നെ കേട്ടില്ല. അപ്പോൾ ഈ വീട്ടിൽ അപ്പൂപ്പൻ്റെ പ്രേതം കറങ്ങി നടക്കുന്നുണ്ട്, വേണു ഉറപ്പിച്ചു. പാതി തുറന്നു കിടന്ന അപ്പൂപ്പൻ്റെ മുറിയിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. ഒരു ആത്മാവ് വസിക്കുന്ന മുറി. അവൻ്റെ കൈയൊക്കെ തണുത്ത് മരവിച്ചു. എനിക്ക് ഇന്നലെ സംഭവിച്ച കാര്യം ഞാൻ ആരോട് പറയും? ആരെന്നെ വിശ്വസിക്കും? വേണു തലചൊറിഞ്ഞ് അങ്ങുമിങ്ങും നോക്കിയിരുന്നു. അപ്പോൾ അവനൊരു മെസ്സേജ് വന്നു. അളിയ, ഇന്നെന്താ പരിപാടി? അബുവിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ വേണുവിന് ആശ്വാസമായി. എല്ലാ കാര്യവും പറയാൻ ഇവരുണ്ടല്ലോ എന്നവൻ ആശ്വസിച്ചു. എടാ, ഇന്ന് കാണാം, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വേണു തിരിച്ച് മെസ്സേജ് അയച്ചു. വൈകുന്നേരം ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. വേണു നടന്ന കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേർക്കും വിശദീകരിച്ചു കൊടുത്തു. പാർക്കിൽ നിന്ന് വാങ്ങിയ കപ്പലണ്ടി ഓരോന്നും തോലിളക്കി കഴിക്കവേ അബു ഇതൊക്കെ കേട്ട് അല്പം ഭയത്തോടെ ഇരുന്നു. ജോൺ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാം കേട്ട ശേഷം, എടാ, നീ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് നിന്റെ പുതിയ വീട്ടിൽ വന്ന ദിവസം തൊട്ടേ ഒരു ഡൗട്ട് അടിച്ചതാ. പിന്നെ നിന്റെ അച്ഛൻ്റെ അന്ധമായ സ്നേഹം കണ്ട് ഒന്നും പറയാതിരുന്നതാ. അല്ലെങ്കിൽ നിന്റെ അച്ഛനത് എന്തിൻ്റെ കേടാ? ആവശ്യമില്ലാതെ പ്രേതത്തിന് താമസിക്കാൻ മുറിയൊക്കെ ഒരുക്കി വെച്ചേക്കുന്നു. ലോകത്ത് വേറെ ആരെങ്കിലും ചെയ്യൂ ഇങ്ങനെ? ജോൺ പറഞ്ഞു. എടാ, ഇത് തമാശയല്ല. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടല്ലിയ. നിങ്ങൾക്ക് രാജൻ ചേട്ടനെ അറിയാമോ? പുള്ളിയുടെ അമ്മ മരിച്ചപ്പോൾ അങ്ങേര് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അബു പറഞ്ഞു. ഇത് കേട്ട് വേണുവും ജോണും അബുവിനെ നോക്കിയിരുന്നു. അബു തുടർന്നു. രാജൻ ചേട്ടന് അമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. എന്നാൽ ആ അമ്മയ്ക്കോ വെറ്റില മുറുക്കാനാണ് ജീവൻ. ഒരു നിമിഷം പോലും വെറ്റിലയില്ലാതെ പുള്ളിക്കാരിക്ക് പറ്റില്ല. പക്ഷേ ചവച്ച് ചവച്ച് സുഖം പിടിച്ച തള്ള വെറ്റിലയുടെ കൂടെ ചില മായം നിറഞ്ഞ പൊടികളൊക്കെ ചേർത്ത് ചവയ്ക്കാൻ തുടങ്ങി. രാജൻ ചേട്ടനാണെങ്കിൽ ഒന്നും പറയുകയില്ല. പിന്നെ അധികം വൈകിയില്ല. വായിൽ ക്യാൻസർ വന്ന് തള്ള വടിയായി. പക്ഷെ അതിനുശേഷമല്ലേ ശരിക്കുള്ള സംഭവം അറിയുന്നേ? എന്താ അത്? ആകാംക്ഷയോടെ വേണു ചോദിച്ചു. അമ്മ മരിച്ചിട്ടും രാജൻ ചേട്ടന് അത് ഉൾക്കൊള്ളാനായില്ല.
പുള്ളി എല്ലാ ദിവസവും രാത്രി വെറ്റിലയും മറ്റും അയാളുടെ അമ്മ കിടന്ന മരിച്ച മുറിയിൽ കൊണ്ടുവയ്ക്കും. രാവിലെ ആകുമ്പോൾ അവിടെ ഒന്നും കാണില്ല. പുള്ളിക്കാരനറിയാം അയാളുടെ അമ്മ വന്ന് കഴിക്കുന്നതാണെന്ന്. എനിക്ക് തോന്നുന്നത് ഇത് നിന്റെ അപ്പൂപ്പൻ തന്നെയെന്നാണ്. അതിന് എൻ്റെ അപ്പൂപ്പൻ മുറുക്കില്ല. പുള്ളി പക്ക ഡീസൻ്റാണ്. ഓ പിന്നെ മുറുക്കാനല്ലെങ്കിൽ പുള്ളി തൻ്റെ രഹസ്യ ഭാര്യയെ കാണാൻ വരുന്നതാകും. അത് കേട്ട് ജോണി ചിരിച്ചു. വേണുവിന് ദേഷ്യം വന്നു. എടാ മതിയാക്ക്, എന്തായാലും എനിക്ക് പേടിയാ ഇനി അവിടെ താമസിക്കാൻ. ശരിയാ, അപ്പൂപ്പനാണെങ്കിലും ആത്മാവല്ലേ. പരലോകത്ത് കഥ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാന്ന് കരുതി ഇതിനെ കൊണ്ടുപോയാലോ? അബു പറഞ്ഞു. അയ്യോ ഒന്നും മിണ്ടാതിരിക്കടാ, മനുഷ്യനെവിടെ പേടിച്ചിരിക്കുക. അപ്പോഴവൻ്റെ ഒരു ഉദാഹരണം. എടാ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഒരുപക്ഷെ ജീവനോടെ ഇരുന്നപ്പോൾ നിന്നോട് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം പറയാനാകോ അപ്പൂപ്പൻ നിന്നെ തേടി വന്നത്? അത് കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. വേണുവിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അബു എന്തോ ആലോചിച്ചിരുന്നു. നേരം ഇരുണ്ടു വരുന്നു. വീണ്ടും സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഭൂമിയെ ഇരുട്ട് വിഴുങ്ങാൻ വരുന്ന പോലെ വേണുവിനെ സമാധാനിപ്പിച്ച് അവർ വീട്ടിലേക്ക് വിട്ടു. അവൻ വീട്ടിലേക്ക് വന്നു. നേരം ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു. അവൻ ഉറങ്ങാൻ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് ചുറ്റിനെ നോക്കി. മുറിയിൽ മുഴുവൻ നല്ല പ്രകാശം. അവൻ ലൈറ്റ് ഓഫ് ചെയ്തില്ലായിരുന്നു. ഇന്നലത്തെ സംഭവം അവൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വേണുവിന് നന്നായി വിശക്കാൻ തുടങ്ങി. നേരത്തെ വന്നു കിടന്ന കാരണം അവൻ അധികം ആഹാരം കഴിച്ചില്ലായിരുന്നു. വയറിൻ്റെ ഉള്ളിൽ നിന്നും കറുമുറ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ താഴെ അടുക്കളയിലേക്ക് പോയാലേ നടക്കൂ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യമൊത്താൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂടി തോന്നുന്നില്ല. പക്ഷേ അവൻ്റെ വിശപ്പ് അതികഠിനമായിരുന്നു. ഒടുവിൽ അടുക്കളയിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. അമ്മയെ ഇനി വിളിച്ചാൽ ശരിയാവില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതിനുള്ള വഴക്ക് വേറെ കിട്ടും. അതുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ വേണു തീരുമാനിച്ചു. അവൻ പതിയെ താഴേക്കിറങ്ങി ചുറ്റും വളരെ സൂക്ഷിച്ചു നോക്കി നടന്നു. അപ്പൂപ്പൻ്റെ മുറിയിലേക്ക് ഒരു പ്രാവശ്യം കണ്ണോടിച്ചു. ആ മുറി അടഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല ഇന്നലെ ആരോ ഇരിക്കുന്ന പോലെ കണ്ട സോഫ ഇപ്പോൾ കാലിയായി കിടക്കുന്നു. വേണു ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി അടുക്കളയിലേക്ക് കയറി. പെട്ടെന്ന് അവൻ്റെ തോളിൽ ഒരു കൈവന്ന് പതിച്ചു. അവൻ പെട്ടെന്ന് അലറി വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതവൻ്റെ അമ്മയായിരുന്നു. എന്താടാ ഈ നേരത്ത് അടുക്കളയിലേക്ക് വന്നത്? അമ്മേ, അത് പിന്നെ ഒടുക്കത്തെ വിശപ്പ്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. അതെങ്ങനെ? ഈ നേരത്തെ കാലത്തും നന്നായി കഴിക്കില്ലല്ലോ. ദേ അവിടെ ചപ്പാത്തി ഇരിപ്പുണ്ട്, അതും കറിയും കൂട്ടി കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അത് കേട്ടപാടെ വേണു ഭക്ഷണം വേഗം അകത്താക്കി. എന്നിട്ട് മുറിയിലേക്ക് നടന്നു. അവൻ്റെ അമ്മ പാത്രമൊക്കെ അടുക്കി വെച്ച് അടുക്കളയിൽ തന്നെ നിന്നു. മുകളിൽ കയറും മുന്നേ ഒരു നിമിഷം വേണു അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ ഒന്ന് നോക്കി. വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ മുറിയിൽ അവൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുകയായിരുന്നു. അവന് ഭക്ഷണം കൊടുത്തത് അവൻ്റെ അമ്മ അല്ലെന്ന വാസ്തവം മനസ്സിലാക്കാതെ വേണു മുറിയിലേക്ക് നടന്നുപോയി. പിറ്റേ ദിവസം അത് രാവിലെ അടുക്കളയിൽ നിന്ന് പാത്രം വീഴുന്നതിൻ്റെ ഘോര ശബ്ദം കേട്ടാണ് വേണു ഉണർന്നത്. എന്താ അവിടെ നടക്കുന്നതെന്നറിയാതെ അവൻ താഴേക്ക് ചെന്നു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ അച്ഛനും അമ്മയും നിൽപ്പുണ്ട്. അമ്മയുടെ മുഖത്ത് നല്ല ദേഷ്യം. അച്ഛനാകട്ടെ ഒന്നും പറയാൻ കഴിയാതെ അങ്ങനെ തന്നെ നിൽപ്പ്. വേണുവിനെ കണ്ടതും അമ്മ അവൻ്റെ നേരെ തിരിഞ്ഞു. നീയാണോ ഇന്നലെ രാത്രി അടുക്കളയിൽ കയറിയത്? ദേഷ്യത്തിൽ അമ്മ അവനോട് ചോദിച്ചു. അമ്മ എന്തായി പറയുന്നേ? ഇന്നലെ രാത്രി അമ്മയല്ലേ എനിക്ക് ഭക്ഷണം എടുത്ത് തന്നത്? അതിനുശേഷം അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ. അത് ശരി, അപ്പോൾ നീയാണ് ഇന്നലെ അടുക്കളയിൽ വന്നതല്ലേ? ഇങ്ങോട്ട് വാടാ, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? അവൻ്റെ അമ്മ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. വേണു അവിടേക്ക് നോക്കിയപ്പോൾ പാത്രമൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്തൊക്കെയോ പാചകം ചെയ്തിരിക്കുന്നു. പാത്രങ്ങളൊക്കെ അഴുക്കായി കിടക്കുന്നു. അവൻ ഞെട്ടിത്തെറിച്ചു. അവൻ്റെ അമ്മ തന്നെ ചോദിക്കുന്നു, ആരാ ഇതൊക്കെ ചെയ്തതെന്ന്? എന്നാൽ ഇന്നലെ അടുക്കളയിൽ കണ്ടത് സ്വന്തം അമ്മയെ തന്നെയാണല്ലോ. അവന് മൊത്തത്തിൽ തലകറങ്ങി. ഒന്നും പറയാനാകാതെ വേണു അമ്പരന്ന് നിന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ മാറ്റി നിർത്തി ചോദിച്ചു, രാത്രി സമയം നിനക്ക് എന്താടാ തലയ്ക്കകത്ത് വണ്ടി ഓടുമോ? ഇടയ്ക്ക് നീ രാത്രി TV ഓഫാക്കാതെ പോയി, പക്ഷെ ചോദിച്ചിട്ട് സമ്മതിച്ചില്ല. ഇപ്പുതാ ഇങ്ങനെയും. സത്യം പറ, എന്തിനാ ഇന്നലെ അടുക്കളയിൽ വന്നത്? നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ അമ്മയൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ? കഷ്ടം തന്നെ. അച്ഛനോട് ഒന്ന് മറുത്ത് പറയാൻ വേണുവിന് കഴിഞ്ഞില്ല. അവൻ കിളി പോയതുപോലെ അങ്ങനെ നിന്നു.
ഈ വീട്ടിൽ തനിക്ക് മാത്രം ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൻ ആലോചിച്ചു. ഇന്നലെ അടുക്കളയിൽ നിന്നത് അമ്മ അല്ലെങ്കിൽ പിന്നെ ആരാണത്? ഈ വീട്ടിൽ ഞങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ വന്നുപോയി. ഇതൊക്കെ അബുവിനോടും ജോണിനോടും തുറന്നു പറഞ്ഞേ പറ്റൂ. വേണു അത് തീരുമാനിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും ജോണും അബുവും വേണുവിൻ്റെ വീട്ടിലേക്ക് വന്നു. എന്താടാ ഇത്ര വേഗം ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അബു ചോദിച്ചു. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഒരാളെ കണ്ടുവെന്ന്. അതുപോലെ ഇന്നലെയും ഒരു സംഭവം ഉണ്ടായി. അത് പറഞ്ഞ ശേഷം വേണു അവരോട് നടന്നതൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അവനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവർ രണ്ടുപേരും ഇരുന്നു. നീ ഇത് നിന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞോ? ജോൺ ചോദിച്ചു. ഇല്ല, ഇതൊക്കെ രാത്രി ചെയ്തത് ഞാനെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. എനിക്ക് കുറെ കിട്ടുകയും ചെയ്തു. ഒരു ദിവസം രാത്രി ഇരുന്ന് TV കണ്ട് അടുത്ത ദിവസം അടുക്കളയിൽ പാചകം ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നടന്നത്. ഇത് ചെയ്ത 2 പേരെയും ഞാൻ നേരെ കാണുകയും ചെയ്തു. രാത്രി TV കണ്ടത് ഒരു പുരുഷനായിരുന്നു. അയാളെ ഞാൻ ഇരുട്ടിലാണ് കണ്ടത്. അതുകൊണ്ട് മുഖം വ്യക്തമായില്ല. പിന്നെ ഇന്നലെ നടന്നത് എൻ്റെ അമ്മയായിരുന്നു. പക്ഷെ അമ്മ ഇപ്പോൾ പറയുന്നത് അത് അമ്മ അല്ലെന്നാണ്. എനിക്കറിയില്ല എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന്. ചിലപ്പോ അത് ശരിക്കും നിന്റെ അച്ഛനും അമ്മയാണെങ്കിലോ? രാത്രികാലങ്ങളിൽ അവരുടെ ദേഹത്ത് നിന്റെ അപ്പൂപ്പൻ്റെ പ്രേതം കൂടുന്നാണെങ്കിൽ? ഡേ, ഒന്ന് ചുമ്മാതെ ഇരിക്കെ. അവൻ്റെ അപ്പൂപ്പനാണെങ്കിൽ രാത്രി നമ്മളെ അന്വേഷിച്ച് വരാനും സാധ്യതയുണ്ട്. പണ്ടാ കിളവന് ഒരു സിഗരറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിൻ്റെ ബാക്കി പൈസ കൊടുത്തിട്ടില്ല. ഇനി അതും ചോദിച്ച് വരുമോ ആവൂ? അത് കേട്ട് വേണു അബുവും അവനെ പുച്ഛത്തോട് നോക്കി. ആ മതി, ഒന്ന് നിർത്ത്. എനിക്കറിയണം അത് ആരാണെന്ന്. കൈയോട് പിടിക്കണം, വേണു പറഞ്ഞു. കൈയോട് പിടിക്കാൻ അത് കള്ളൻ വല്ലോ ആണോ? പ്രേതത്തിനോടാ നിന്റെയൊക്കെ കളി. ഒന്ന് ചുമ്മാതെ ഇരിക്കടാ. രാത്രി അവിടെ കയറി ചെല്ലാനുള്ളതാ, വേണു പറഞ്ഞു. കുറെ നേരം ആലോചിച്ചിരുന്ന ശേഷം, അല്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ കുറച്ചു നാൾ താമസിച്ചൂടെ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എടാ വേണുവേ, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോ, അല്ലാതെ. അത് കേട്ട് വേണു ചെറുതായി ചിരിച്ചു. എടാ, എനിക്ക് പറ്റില്ല. വീട്ടിൽ എന്നെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. വേണമെങ്കിൽ കുറച്ച് ദിവസം രാത്രി നിന്റെ വീട്ടിൽ കിടക്കാൻ ഞാൻ റെഡി. ഞാനും റെഡി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ രാത്രി മാത്രം വരുന്ന ആ അതിഥിയെ നമുക്ക് ഒരുമിച്ച് നിന്ന് കണ്ടുപിടിക്കാം, അല്ലേ? വേണു പറഞ്ഞു. അതെ, അത്രയേ ഉള്ളൂ. അല്ല പിന്നെ. അതിനുശേഷം ജോണും അബുവും അവരുടെ വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോഴേക്കും അവർ വേണുവിൻ്റെ വീട്ടിലെത്തി ആ അതിഥിയെ കണ്ടുപിടിക്കാൻ. സമയം രാത്രി 9:30. വേണുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. വേണു കഴിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഡൈനിങ് ടേബിളിൽ അവൻ്റെ എതിർവശം ഇരുന്ന അബു മറ്റൊന്നും നോക്കാതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്. വേണു ഇങ്ങനെ ഇരിക്കുന്നത് ജോൺ ശ്രദ്ധിച്ചു. അവൻ വേണുവിനെ നോക്കി എന്ത് പറ്റിയെന്ന് പതിയെ ചോദിച്ചു. ഒന്നുമില്ല എന്ന മട്ടിൽ വേണു വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഇവിടെ രാത്രിയായ ചിലർക്ക് ബോധമില്ല. അടുക്കളയിൽ കയറി എല്ലാം വലിച്ചു വാരിയിടും. TV കണ്ട ശേഷം അത് ഓഫാക്കി വെക്കത്തുമില്ല. ഇങ്ങനെ ചില വർത്തമാനങ്ങൾ അടുക്കളയിൽ നിന്ന് അവിടേക്ക് കടന്നു വന്നു. വേണുവിൻ്റെ അമ്മയുടെ വകയായിരുന്നു അത്. ജോണും അബുവും അത് കേട്ട് പതിയെ ചിരിച്ചു. വേണു ഒന്നും മിണ്ടിയില്ല. കാരണം ഇന്ന് രാത്രി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന ചിന്തയിലായിരുന്നവൻ. ഭക്ഷണം കഴിച്ച ശേഷം അവർ 3 പേരും വേണുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. സ്റ്റെയർ കേസ് കയറുമ്പോൾ താഴെ തുറന്നു കിടന്ന അപ്പൂപ്പൻ്റെ മുറിയിലേക്കായിരുന്നു വേണുവിൻ്റെ നോട്ടം. ആ മുറിയുടെ വാതിൽ കാറ്റിൽ പതിയെ ആടിക്കൊണ്ടിരുന്നു. ചന്ദ്രൻ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്നു. വേണുവിൻ്റെ മുറിയുടെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല നിശബ്ദത. ഇരുട്ട് മുഴുവനായി വെളിച്ചത്ത് വിഴുങ്ങിയിരിക്കുന്നു. എന്നാലും നിലാവെളിച്ചം അവിടെ പടർന്നു കിടന്നു. അവർ 3 പേരും കിടന്നുറങ്ങി. മുറിയിലെ ലൈറ്റ് വേണു ഓഫ് ചെയ്തു. അല്പസമയങ്ങൾക്ക് ശേഷം അബുവും ജോണും നല്ല ഉറക്കത്തിലായി. വേണുവിനും ഉറക്കം വന്നു തുടങ്ങി. അവൻ കുറേ നേരം ഉറങ്ങാതെ പിടിച്ചു നിന്നു. കാരണം കഴിഞ്ഞ 2 രാത്രികളിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും നടന്നാലോ എന്ന തോന്നലായിരുന്നു അവന്. പിന്നെ പതിയെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ശബ്ദം അവരുടെ മുറിയുടെ പുറത്തു നിന്ന് കേൾക്കാൻ തുടങ്ങി. വേണു പെട്ടെന്ന് കണ്ണു തുറന്നു. അവൻ്റെ ദേഹത്ത് കിടന്ന പുതപ്പും അബുവിൻ്റെ കാലും എടുത്തു മാറ്റി മുറിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു.
മുറിയുടെ ലൈറ്റ് വീണ് ഓണാക്കിയില്ല. കാരണം അബുവോ ജോണോ ഉണർന്ന് അവർ ശബ്ദമുണ്ടാക്കിയാൽ അച്ഛനോ അമ്മയോ മുകളിലേക്ക് വരും. എന്തെങ്കിലും നടന്നാൽ താൻ ഉറക്കത്തിൽ ചെയ്താകുമെന്നേ അവർ പറയൂ. അതുകൊണ്ട് ഒരു ടോർച്ച് ലൈറ്റ് അവൻ ഓണാക്കി നോക്കിയപ്പോൾ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. മാത്രമല്ല അവൻ്റെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഒരു പെട്ടിയിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറേ കളിപ്പാട്ടങ്ങൾ, തോരണങ്ങൾ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. വേണു പതിയെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. കീ കൊടുത്താൽ അനങ്ങുന്ന ഒരു പാവ തറയിൽ അവനെ നോക്കി നിൽക്കുന്നു. കുട്ടിക്കാലത്ത് വളരെ എളിമ നിറഞ്ഞ മുഖമായിരുന്നു അതിന്. പക്ഷേ ആ പാവയെ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ മുഖത്ത് ഒരു പൈശാചികത നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കിടക്കയിൽ തൻ്റെ അടുത്ത് കിടന്ന വേണുവിനെ തിരഞ്ഞപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അബു ഉണർന്നു. വേണു നിശ്ചലനായി നിൽക്കുന്നത് അബു കണ്ടു. അവൻ പതിയെ വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? അബു വേണുവിനോട് ചോദിച്ചു. ശബ്ദമുണ്ടാക്കലേ എന്നവൻ അബുവിനോട് പറഞ്ഞു. അതിനുശേഷം ആ പാവയിലേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചു. പെട്ടെന്ന് തന്നെ ആ പാവയെ എന്തോ ഒന്ന് ഇരുട്ടിലേക്ക് വലിച്ചെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ചിരിയും. ആ നിമിഷം അവർ ഒന്നും ചെയ്യാനാകാതെ നിന്നു. പതിയെ 2 ചുവട് പുറകിലേക്ക് നടന്നു. വേണുവിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അബു ബോധം പോകുന്ന അവസ്ഥയിൽ ആയിക്കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ ജോൺ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ കട്ടിലിൽ അവർ 2 പേരെയും കാണാനില്ല. നോക്കിയപ്പോൾ 2 പേരും തറയിൽ കിടന്നുറങ്ങുന്നു. 2നെയും അവൻ തട്ടി ഉണർത്തി. എന്താണ് നിനക്കൊക്കെ തറയിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ? ജോൺ അവരോട് ചോദിച്ചു. ഇത് കേട്ട് ബോധം വന്നതും അവർ 2 പേരും ചാടി എണീറ്റു. വീണ്ടും ഇന്നലെ രാത്രി നിന്നതുപോലെ വാതിലിലേക്ക് നോക്കി അങ്ങനെ നിന്നു. അപ്പോൾ ജോൺ അവരുടെ മുൻപിൽ പോയി നിന്ന ശേഷം ചോദിച്ചു, നിനക്കൊക്കെ എന്താ വട്ട് പിടിച്ചോ? എടാ, ഇവൻ പറഞ്ഞത് സത്യ. ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. അവർ ഉടൻ മുറിയുടെ പുറത്തേക്ക് പോയി നോക്കി. ആ ഹാളിൽ നിറയെ കളിപ്പാട്ടങ്ങൾ നിരന്നു കിടക്കുന്നു. അത് കണ്ടവർ അമ്പരന്നു. എടാ പിള്ളേരെ, വാ ഭക്ഷണം കഴിക്കാം. താഴെ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടു. ഉടൻ വേണു പറഞ്ഞു, എടാ പെട്ടെന്ന് ഇതൊക്കെ പെട്ടിയിൽ പെറുക്കി കയറ്റിക്കോ. അമ്മയോ അച്ഛനോ മുകളിലേക്ക് വന്നാൽ പ്രശ്നമാവും. എടാ, ആരാ ഇതൊക്കെ ചെയ്തത്? എന്താ ഇന്നലെ രാത്രി സംഭവിച്ചത്? ജോൺ തിടുക്കത്തിൽ ചോദിച്ചു. എല്ലാം ഞാൻ പറയാം, പക്ഷേ ഇപ്പോൾ സമയമില്ല, വേഗമാകട്ടെ. അവർ 3 പേരും അവിടെ തറയിൽ കിടന്നിരുന്ന കളിപ്പാട്ടങ്ങളും തോരണങ്ങളും പഴയ പോലെ പെട്ടിയിലാക്കി. അതിനുശേഷം രാവിലെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച ശേഷം 3 പേരും പാർക്കിലേക്ക് പോയി. അവിടെ ഒരു തണൽ മരത്തിന് താഴെ 3 പേരും 3 ദിശയിലേക്ക് നോക്കി ആലോചിച്ചിരുന്നു. എടാ, നിങ്ങളെന്താ എന്നോട് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ പറയാത്തെ? എന്താ ഇന്നലെ സംഭവിച്ചത്? അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ജോണിന് വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ മുഴുവനായി വിശ്വസിക്കാൻ ജോണിന് തോന്നിയില്ല. എന്നാലും അവർ ഇതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് തള്ളിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല. വേണു എന്തോ ആലോചിച്ചിരിക്കുകയാണ്. എടാ, ഇനിയെങ്ങാനും നിന്റെ അപ്പൂപ്പനായിരിക്കോ? അബു സംശയത്തോട് ചോദിച്ചു. ഓ പിന്നെ, പുള്ളി വയസ്സായി മരിച്ചു. എന്നിട്ടാണോ ആത്മാവായി വന്ന് കളിപ്പാട്ടം വെച്ച് കളിക്കുന്നേ? എടാ, അങ്ങേർക്ക് ചിലപ്പോ ഇവന് ഓർമ്മ വന്ന് കാണും. കൊച്ചുമോൻ്റെ കൂടെ കളിക്കാൻ വന്നില്ല എന്ന് ആര് കണ്ടു? അളിയ വേണു, നീ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. ഈ സംഭവങ്ങൾ നടന്ന രാത്രികളിൽ നീ ഒരിക്കലെങ്കിലും നിന്റെ അപ്പൂപ്പൻ്റെ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ പിന്നെ ഇന്നലെ വന്നത് ഏതെങ്കിലും കുഞ്ഞിൻ്റെ ആത്മാവായിരിക്കും. അത് കേട്ടപ്പോൾ വേണുവിന് എന്തോ മനസ്സിൽ തറച്ച പോലെ തോന്നി. അവൻ ഉടൻ എണീറ്റ് നിന്നു. എടാ, എൻ്റെ വീട്ടിൽ 3 രാത്രികളായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. അവൻ വിശദീകരിക്കാൻ തുടങ്ങി. ആദ്യത്തെ രാത്രിയിൽ ഞാൻ കണ്ടത് ഒരു മുതിർന്ന ആളെയാണ്. TV കണ്ടുകൊണ്ടിരുന്നു. ഞാൻ കരുതിയത് എൻ്റെ അച്ഛനാണെന്നാണ്. രണ്ടാമത്തെ സംഭവം ആ രാത്രി ഞാൻ കണ്ടത് ഒരു സ്ത്രീയാണ്. ഞാൻ കരുതിയത് എൻ്റെ അമ്മ എന്നാണ്. പിന്നെ 3ാമത്തെ സംഭവം അത് ഞാനും അബുവും ഇന്നലെ കണ്ടത്. പക്ഷെ ആ പാവയെ ഇരുട്ടിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോയ ആ നിമിഷം ഞാനത് കണ്ടു. അതൊരു കുഞ്ഞിൻ്റെ കൈകൊണ്ടായിരുന്നു. പിന്നെ കേട്ട ചിരിയും ഒരു കുഞ്ഞിൻ്റെ പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ 1 അല്ല 2 അല്ല 3 പ്രേതങ്ങളുണ്ട്. വേണു ഒരു നിമിഷം നിർത്തി. എന്നിട്ട് പറഞ്ഞു, യെസ്, ദേ ആർ എ ഹൊറർ ഫാമിലി. അത് കേട്ട് ജോണും അബുവും ഞെട്ടിത്തെറിച്ച് നിന്നു. എടാ, ഒരുപക്ഷെ ഇത് 3ൽ നിന്നില്ലെങ്കിലോ? ചിലപ്പോൾ ഇനിയും ആളുകളുണ്ടെങ്കിൽ? ജോൺ സംശയത്തോട് ചോദിച്ചു. അത് ശരിയാടാ. ഇത് ഇനി കൂട്ടുകുടുംബമാണെങ്കിൽ വല്യച്ഛൻ, വല്യമ്മ, കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കാൻ എൻ്റെ വീട്ടിലേക്കാകും കയറി വരുന്നത്, അബു പറഞ്ഞു.
പക്ഷേ എങ്ങനെ ഇവിടുന്ന് ഈ ആത്മാക്കൾ നിന്റെ വീട്ടിൽ വരാൻ കാരണം? ജോൺ ചോദിച്ചു. ചിലപ്പോ ഇവന്റെ അപ്പൂപ്പന്റെ പഴയ അവിഹിതത്തിൽ നിന്നുണ്ടായ കുടുംബാണെങ്കിലോ? അല്ല, നമ്മളെല്ലാം ചികഞ്ഞന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അപ്പു പറഞ്ഞു. ഒന്ന് പോടാ, എന്ത് പറഞ്ഞാലും പോയി അപ്പൂപ്പനെ പിടിക്കുന്നു. ഇത് വേറെ എന്തോ ആണ്. ഇതുവരെ ആ വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഒരിടയ്ക്ക് മുതലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോ ആ ആത്മാക്കൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം എൻ്റെ വീട്ടിൽ കാണും. പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു പിടിയില്ല. നമ്മൾ ഇടയ്ക്ക് ആ കാർണിഷ് ഫോറസ്റ്റിൽ പോയിരുന്നല്ലോ. ഇനി അവിടെ വെച്ച് വല്ലതും സംഭവിച്ചു കാണോ? ഓ പിന്നെ, അവിടെ എന്ത് തേങ്ങ സംഭവിക്കാനാ? എടാ അബു, നീ ആവശ്യമില്ലാതെ ഓരോന്നും പറയില്ലേ. ഇല്ലടാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മൾ മിസ് ചെയ്ത ഒരു പോയിന്റ് അതാണ്, കാർണിഷ് ഫോറസ്റ്റ്. അന്ന് അവിടെ പോയപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിരുന്നു. അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാലോ? എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. അതിനുശേഷം വേണു അവൻ്റെ ഫോണെടുത്ത് അതിലെ ചിത്രങ്ങൾ നോക്കാൻ തുടങ്ങി. ആദ്യം കിടന്നത് അവൻ്റെ തന്നെ ചിത്രങ്ങളായിരുന്നു. മുൻപ് അവൻ അബുവിന് അയച്ചു കൊടുത്ത ജിം ഫോട്ടോസ്. അത് അവൻ ഓരോന്നായി മാറ്റിക്കൊണ്ടിരുന്നു. ഓരോന്ന് മാറുമ്പോഴും വേണുവിന് എന്തോ ഒരു വ്യത്യാസം തോന്നി. പിന്നെ അതേ ചിത്രങ്ങൾ തന്നെ വീണ്ടും നോക്കി. അപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ അമ്പരന്നു നിന്നു. എടാ, അതെവിടെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതെൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. ബാ, വേഗം വണ്ടിയെടുക്ക്, വേണു വെപ്രാളത്തിൽ അവരോട് പറഞ്ഞു. എന്നാൽ അബുവിനും ജോണിനും ഒന്നും മനസ്സിലായില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ വേണുവിൻ്റെ വീട്ടിലെത്തി. വേണു ആകട്ടെ ഓടി മുകളിൽ ചെന്നു. അവന് ചുമരെ തുറച്ചു നോക്കി നിന്നു. പിന്നാലെ അബുവും ജോണും ഓടിയെത്തി. എടാ, ഇതാണോ ഈ പറഞ്ഞ സാധനം? ഇതിലെന്ത് പ്രേതം വരാനാ? ജോൺ ചോദിച്ചു. അവരുടെ മുന്നിലിരുന്നത് ഒരു ചിത്രമായിരുന്നു. വേണുവിൻ്റെ വീട് പാലുകാച്ചലിന് അബുവും ജോണും അവന് സമ്മാനമായി കൊടുത്ത പെയിന്റിംഗ്. അതൊരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. ആ ചിത്രത്തിൽ നോക്കി അവർ 3 പേരും നിശബ്ദരായി നിന്നു. വേണുവിന് കാര്യം മനസ്സിലായി. എന്നാൽ മറ്റു 2 പേരും ഒന്നും അറിയാതെ നിൽക്കുകയാണ്. എടാ, എന്താ കാര്യം? ഞങ്ങളോട് കൂടി പറയും, ജോൺ ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോൾ വേണു തൻ്റെ ഫോണെടുത്ത് അവരുടെ മുന്നിൽ കാണിച്ചു. എൻ്റെ ഫോണിൽ ഞാൻ അബുവിന് അയച്ചു കൊടുത്ത എൻ്റെ ജിം ഫോട്ടോസ് ഓരോന്നായി നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ മനസ്സിലാകും എന്താ ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമെന്ന്. ജോൺ വേണുവിൻ്റെ ഫോൺ വാങ്ങി ആ ഫോട്ടോസ് ഓരോന്നായി നോക്കി. എല്ലാ ഫോട്ടോയിലും വേണുവിൻ്റെ പുറകിൽ ആ പെയിൻറ്റിങ് കാണാം. പതിയെ പതിയെ ജോണിനും അബുവിനും കാര്യം മനസ്സിലായി തുടങ്ങി. ആ ചിത്രത്തിൽ ഒരു കുടുംബത്തെയാണ് ആ ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. അച്ഛൻ, അമ്മ, ഒരു പെൺകുട്ടി, പിന്നെ ഒരു കുഞ്ഞും. എന്നാൽ വേണു എടുത്ത ഓരോ ഫോട്ടോയിലും ഈ പെയിൻറ്റിങ്ങിൽ വ്യത്യാസമുണ്ട്. ചില ഫോട്ടോയിൽ അച്ഛനെ കാണാനില്ല, ചിലതിൽ അമ്മയെയും കുഞ്ഞിനെയും. അവർ 3 പേരും ഞെട്ടിത്തെറിച്ച് നിന്നു. എന്നാൽ ഇപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ എല്ലാവരുമുണ്ട്. അവർ അടുത്തു ചെന്ന് ആ പെയിൻറ്റിങ് സൂക്ഷിച്ചു നോക്കി. ശരിക്കും ആ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവനുള്ള പോലെ തോന്നി. അത്രയ്ക്ക് മികച്ച പെയിൻറ്റിങ്. എടാ, നിങ്ങൾക്കിത് എവിടെന്നാ കിട്ടിയത്? വേണു സംശയത്തോടെ അവരോട് ചോദിച്ചു. എനിക്കല്ല, ഇത് ജോണിന് കിട്ടിയത്. അന്ന് പാലുകാച്ചലിന് ഗിഫ്റ്റ് വാങ്ങാൻ കാശില്ലാതിരുന്നപ്പോൾ ജോണ ഇത് എവിടെ നിന്നോ കൊണ്ടുവന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇത് കേട്ടതും വേണു ജോണിന് നേരെ തിരിഞ്ഞു. ജോൺ അല്പം പരിഭ്രാന്തിയിലായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ അവൻ വലഞ്ഞു. സത്യം പറ ജോണെ, ഇതെവിടെന്നാ നിനക്ക് കിട്ടിയത്? വേണു ചോദിച്ചു. എടാ, ഞാൻ പറയാം. ഇതെനിക്ക് കാർണിഷ് ഫോറസ്റ്റിൽ അന്ന് നമ്മൾ പോയ ആ വീട്ടിൽ നിന്നാ കിട്ടിയത്. അന്ന് രാത്രി നമ്മൾ 3 പേരും പോയ ശേഷം ഞാൻ വീണ്ടും അവിടെ ചെന്നിരുന്നു. അവിടെ നിധിയുണ്ടെന്ന് എനിക്ക് മനസ്സിൽ ഉറപ്പായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ കയറി ഒരു പ്രധാന മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ വാതിൽ മാത്രം പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ കുറെ പണിപ്പെട്ട് ഒടുവിൽ അത് തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോൾ ആ മുറി മുഴുവൻ ഒരുപാട് ചിത്രങ്ങൾ. അതിലെ നല്ലത് നോക്കി ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ ആ സമയത്ത് തന്നെ നിന്റെ വീട് പാലുകാച്ചിലായപ്പോൾ ഈ പെയിൻറ്റിങ് ഗിഫ്റ്റായി തരാമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് എത്രയ്ക്ക് വലിയ പണിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓഹോ, അപ്പോൾ ഇത് നമ്മളെ തേടി വന്നതല്ല, നീ ആയിട്ട് കൊണ്ടുവന്നാണല്ലേ? അബു ചോദിച്ചു. ജോൺ ഒന്നും പറയാതെ നിന്നു. വേണു ആ ചിത്രത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. അത് സാധാരണ പെയിൻറ്റിങ് പോലെ ആയിരുന്നില്ല. അതിൻ്റെ ഫ്രെയിമിന് കുറച്ച് കട്ടിയുണ്ട്. ഒരു നൂൽ കൊണ്ട് അതിനെ ചുറ്റും കെട്ടിയിരിക്കുന്നു. എന്നാൽ ആ നൂൽ പലയിടത്തായി പൊട്ടിയിരിക്കുന്നു. അല്ല, എന്നാലും ഇതെങ്ങനെ ഒരു ഫോട്ടോയിൽ പ്രേതം കയറുന്നേ? അബു ചോദിച്ചു. അതെന്താ, പാലമരത്തിലും പനയിലും മാത്രമേ പ്രേതം കയറുള്ളൂ. പ്രേതത്തിന് എവിടെ വേണേലും കയറാം, വേണു പറഞ്ഞു. എടാ, നമുക്ക് ഈ പെയിൻറ്റിങ് തിരിച്ചിരുന്ന പോലെ അവിടെ തന്നെ കൊണ്ടുവച്ചാലോ? ഓ പിന്നെ, എനിക്കൊന്നിനും വയ്യ ആ സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി പോകാൻ. ഇനി ഞാൻ അവിടേക്ക് വരില്ല, അബു പറഞ്ഞു.
പിന്നെ എന്ത് ചെയ്യും? എടാ വേണു, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് കേട്ടിട്ടും വേണു ഒന്നും മിണ്ടിയില്ല. അവനെ ചിത്രത്തിൽ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. എങ്കിൽ ശരി, നിങ്ങൾ ആരും വരണ്ട. ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന പ്രശ്നമല്ലേ, ഞാൻ തന്നെ ഇത് അവസാനിപ്പിക്കാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് എവിടെ കൊണ്ട് തിരിച്ചു വയ്ക്കാം. എനിക്ക് എന്ത് വേണേലും സംഭവിച്ചോട്ടെ, ജോൺ പറഞ്ഞു. അത് പറഞ്ഞ് ജോൺ ആ പെയിൻറ്റിങ് എടുക്കാൻ പോയി. എന്നാൽ വേണു അവനെ തടഞ്ഞു. നിനക്ക് ഉറപ്പുണ്ടോ ഈ പെയിൻറ്റിങ് അവിടെ തിരിച്ചു കൊണ്ടുവച്ചാൽ എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് വേണു ചോദിച്ചു. അത് കേട്ട് അബുവും ജോണും ഒന്നും മിണ്ടാതെ നിന്നു. വേണു തുടർന്നു. ഇതിലിപ്പോ പ്രേതമോ ഭൂതമോ എന്ന് തേങ്ങ ഉണ്ടായിക്കോട്ടെ, ഞാനും അബുവും അത് നേരെ കണ്ടതാ. ഈ പടത്തിൽ കാണുന്ന അച്ഛനെയും അമ്മയെയും കുഞ്ഞിനെയും ഞാൻ നേരെ കണ്ടു. ഇനി ആ ഒരു പെൺകുട്ടി കൂടെയുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രിയോ നാളെയോ ആ പ്രേതത്തിനെ കൂടെ നമ്മൾ കാണുമായിരിക്കും. പക്ഷേ ഇതിനൊരു അവസാനം വേണ്ടേ? കൂടുതൽ അപകടത്തിലേക്ക് പോകും മുൻപേ ഇതിന് ഇവിടുന്ന് ഒഴിവാക്കണം. അതിന് നമുക്ക് പലരുടെയും സഹായം ആവശ്യമുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്കറിയണം എന്താണ് ഈ പെയിൻറ്റിംഗ് എന്ന്. ഇത് വരച്ച ആർട്ടിസ്റ്റ് ആരാണെന്നും ഇതെങ്ങനെ കാർണിഷ് ഫോറസ്റ്റിലെ ആ വീട്ടിൽ വന്നു എന്നും എല്ലാം അറിയണം. ജോൺ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഇനിയും ഒരുപാട് പെയിൻറ്റിംഗ് ഉണ്ട്. ഒരുപക്ഷെ അതിലൊക്കെ ഇതിലുള്ളതുപോലെ എന്തെങ്കിലും കാണാം. അതുകൊണ്ട് ആ വീട്ടിലെയും ആ കാടിൻ്റെയും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം നമുക്കറിയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ അറിയാൻ നമുക്ക് ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടെ പോയേ പറ്റൂ. അറിയാം അപകടമാണെന്ന്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഇത് പറഞ്ഞ് വേണു അബുവിനെ നോക്കി. എന്നാൽ അവൻ ആ പെയിൻറ്റിംഗ് നോക്കി ഞെട്ടി നിൽക്കുകയാണ്. അവൻ ആകെപ്പാടെ വിയർത്തിരുന്നു. വേണുവും അതിലേക്ക് നോക്കി. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ ആ പെൺകുട്ടിയുടെ ചിത്രം കാണാനില്ല. അവിടെ ആകെ ഒരു പ്രത്യേകതരം സുഗന്ധം പരക്കാൻ തുടങ്ങി. അവർ മൂന്നുപേരും കൈകോർത്ത് നിന്നു. ആ ചിത്രത്തിലെ അവശേഷിക്കുന്ന അവസാനത്തെ ആൾ കൂടെ ഇതാ അവരെ കാണാൻ വരുന്നു. തിരിഞ്ഞോടുകയല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. മുറിയിൽ നിറഞ്ഞു നിന്ന സുഗന്ധത്തിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. അതവരുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. എന്നാൽ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുതരം മത്ത പിടിപ്പിക്കുന്ന മണം. പെട്ടെന്ന് ആ ചിത്രത്തിൽ നിന്ന് അതിലെ അച്ഛനെ കാണാതായി. ഞൊടിയിടയ്ക്കുള്ളിൽ അതിലെ അമ്മയും അപ്രത്യക്ഷമായി. അതിലിപ്പോൾ അവശേഷിക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ ചിത്രം മാത്രം. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് പൈശാചികമായൊരു ചിരി നിറഞ്ഞു വന്നു. ഇതൊക്കെ കണ്ട് അവർ മൂന്നുപേരും ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എടാ പിള്ളേരെ, വന്ന് ചോറ് കഴിച്ചേ. വേണുവിൻ്റെ അമ്മയുടെ ശബ്ദം താഴെ നിന്നും കേട്ടു. വേണു അപ്പോൾ അവിടേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മുകളിൽ നടക്കുന്നത് എന്തെന്ന് അറിയാതെ അവൻ്റെ അമ്മ അവരെ വിളിക്കുന്നു. ആ സമയം വേണുവിൻ്റെ മുറിയുടെ വാതിൽ പതിയെ തുറന്നു വന്നു. തുറന്ന വാതിലിലൂടെ മുറിയുടെ ഉൾവശം കാണാം. പക്ഷേ അവിടെ ആരും തന്നെയില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ വളരെ ശക്തമായി വാതിലടഞ്ഞു. ആ ശബ്ദത്തിൽ അവർ മൂന്നുപേരും ഞെട്ടി. അപ്പോൾ അബു ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ വേണുവിനെയും ജോണിനെയും വിളിച്ചു കാണിച്ചു. ആ ചിത്രത്തിൽ ഇപ്പോൾ അച്ഛനമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുറിയിൽ നിറഞ്ഞ സുഗന്ധത്തിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നു. കുഞ്ഞിൻ്റെ മുഖവും സാധാരണ കണ്ടതുപോലെയായി മാറി. അത് കണ്ടപ്പോൾ അവർക്ക് അല്പം ആശ്വാസമായി. എന്നാൽ ആ പെൺകുട്ടിയുടെ ചിത്രം അതിൽ വന്നിട്ടില്ല. അത് ഇപ്പോഴും മാഞ്ഞിരിക്കുകയാണ്. ആ നിമിഷം അവരുടെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. ആ സുഗന്ധം വീണ്ടും കനത്തു വന്നു. മൂന്നുപേരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അവരെ തുറച്ചു നോക്കി നിൽക്കുന്നു. ആ കാഴ്ച കണ്ടതും അവർ അലറി വിളിച്ച് ഹാളിന് ചുറ്റിനും ഓടി. ഓട്ടത്തിനിടയ്ക്ക് മൂന്നുപേരും കൂട്ടിയിടിച്ച് താഴെ വീണു. ചുറ്റിനും നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ രൂപത്തെ കാണാനില്ല. ചിത്രത്തിൽ നോക്കിയപ്പോൾ അവിടെ കണ്ടു. ഇപ്പോൾ ചിത്രത്തിൽ ആ 4 പേരുമുണ്ട്. പെട്ടെന്ന് മുകളിലേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് അവർ തറയിൽ കിടന്ന് എഴിഞ്ഞു പുറകിലേക്ക് നീങ്ങി. വേണുവിൻ്റെ അമ്മയായിരുന്നു അത്. എന്താടാ ഇവിടെ ഒരു ബഹളം? നിങ്ങളെ കഴിക്കാൻ വിളിച്ചിട്ട് എത്ര നേരമായി? വേഗം വന്ന് കഴിക്കണമെല്ലാം. ഇത് പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. അമ്മയുടെ പുറകെ അവരും താഴേക്ക് നടന്നു. എന്നാൽ കഴിക്കാനിരിക്കാതെ വീടിന് പുറത്തേക്കാണ് അവർ പോയത്. ബൈക്കെടുത്ത് 3 പേരും ഞൊടിയിടയിൽ വേണുവിൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് കഴിഞ്ഞിരുന്നു. അവരൊരു പാർക്കിലെത്തി. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ആലോചിച്ച് നടക്കുകയായിരുന്നു. ഇന്ന് തന്നെ ആ ചിത്രം നീയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റണം, വേണു അബുവിൻ്റെയും ജോണിൻ്റെയും നേരെ വിരചൂണ്ടി പറഞ്ഞു. എന്നാൽ അവരത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു. എടാ, അത് പിന്നെ നിനക്ക് ഈ ഡ്രോയിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് ഞങ്ങൾ ആ ഗിഫ്റ്റ് തന്നത്. ഡ്രോയിങ് ഇഷ്ടമാണെന്ന് കരുതി പ്രേതത്തിനാണോ ഗിഫ്റ്റായി തരേണ്ടത്? ഇനി ഞാൻ എങ്ങനെയാ വീട്ടിൽ കിടന്നുറങ്ങും?
ആദ്യം അച്ഛൻ പ്രേതം, പിന്നെ അമ്മ പ്രേതം, പിന്നെ കുഞ്ഞുവാവ് പ്രേതം, ഇപ്പോൾ ഇതാ ഒരു പെണ്ണും. സിനിമകളിൽ പോലും ഒരു വീട്ടിൽ ഒരു പ്രേതത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ 4 എണ്ണം ഉള്ളത്. എന്നാലും ആ പെണ്ണിനെ എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ഒരു മിന്നായം പോലെ കണ്ടു. അതെങ്ങനാ? അപ്പോഴേക്ക് നീയൊക്കെ അലറി വിളിച്ചോണ്ട് ഓടിയില്ലേ? ജോൺ പറഞ്ഞു. പ്രേതത്തെ കാണുമ്പോഴാണ് നിന്റെ ലവ്. എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്തൊക്കെ ആയാലും വേണു, നീ ഇതൊക്കെ ധൈര്യപൂർവ്വം നേരിടുക. ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. ധൈര്യപൂർവ്വം മുന്നേറുക. ദൈവം നിന്റെ കൂടെ കാണും. ശരിയട വേണു. അബു ആ പറഞ്ഞതിനെ ഞാനും അനുകൂലിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പെട്ടെന്ന് പോണം. അപ്പൊ ശരി. ഇത് പറഞ്ഞ് ജോൺ തിരിഞ്ഞു. എടാ ജോണെ, ആ കാട്ടിലെ വീട്ടിൽ നിന്ന് ഈ ചിത്രം എടുത്തത് നീയാ. ആ ഫോട്ടോ നീ അറിയാതെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ പിന്നെ നിനക്ക് ആ ഫോട്ടോയിലെ അച്ഛനുമായി രാത്രി ഫുട്ബോൾ കളിക്കാം. ആ അമ്മ നിനക്ക് ആവശ്യം പോലെ ഭക്ഷണം ഉണ്ടാക്കി തരും. ആ കുഞ്ഞുവാവയെ നിനക്ക് കൊഞ്ചിക്കാം. പിന്നെ ആ കണ്ട ആ പെണ്ണിനെ തന്നെ നീ കെട്ടിക്കോ. എനിക്കൊരു കുഴപ്പമില്ല. എടാ, എന്നോട് എന്തിനാ ഇത്ര ക്രൂരത കാണിക്കുന്നേ? പിന്നെ നീ ഇപ്പോൾ എന്നോട് കാണിച്ചത് പരോപകാരമാണല്ലോ. ദേ, ഞാൻ 2 പേരോടും പറയുന്നു, ഈ പ്രശ്നത്തിൽ നമ്മൾ എന്തായാലും ഇടപെട്ടു. ഇനി ഒരുമിച്ച് നിന്നാലേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. എന്താ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ? അത് കേട്ട് അബുവും ജോണും പരസ്പരം നോക്കി നിന്ന ശേഷം വേണുവിനെ നോക്കി ഒരു ചെറിയ ചിരിയോടെ തലകുലുക്കി. ഓക്കെ, എന്താ നിന്റെ പ്ലാൻ? സിമ്പിൾ. നമ്മൾ വീണ്ടും കാർണിഷ് ഫോറസ്റ്റിലേക്ക് പോകുന്നു. ജോൺ അന്ന് കയറിയ വീട്ടിലേക്ക് വീണ്ടും കയറുന്നു. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നു. എടാ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ സന്ധ്യയാകും. നമ്മളവിടെ എത്തുമ്പോഴേക്കും രാത്രിയും. അതുകൊണ്ട് നാളെ കാലത്ത് പോയേ പോരെ? പറ്റില്ല. നീ കണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഇന്ന് സംഭവിച്ചതൊക്കെ. അത് നമ്മുടെ ജീവന്റെ കാര്യം. നമ്മൾ കളിക്കുന്നത് പ്രേതങ്ങളോടാ. ഇതെനിക്ക് മാത്രമല്ല, ചിലപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കാം. അതുകൊണ്ട് നമുക്ക് കളയാൻ ഇനി സമയമില്ല. അതേടാ, പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം, അബു പറഞ്ഞു. അവർ ആ പാർക്കിൽ നിന്നും നേരെ വേണുവിൻ്റെ വീട്ടിലേക്കെത്തി. ഭക്ഷണം കഴിക്കാതെ പോയതിന് വേണുവിൻ്റെ അമ്മയുടെ വഴക്ക് ആദ്യം അവർ 3 പേർക്കും വയർ നിറയെ കിട്ടി. അതിനുശേഷം ഭക്ഷണവും വയർ നിറയെ കിട്ടി. ഭക്ഷണം കഴിച്ച ശേഷം അവർ ധൈര്യപൂർവ്വം മുകളിലേക്ക് ചെന്നു. ആ ചിത്രത്തിലേക്ക് നോക്കി. അതിൽ 4 പേരും അതുപോലെ തന്നെയുണ്ട്. ഭാഗ്യം, 4 പേരും കൂട്ടിൽ തന്നെയുണ്ട്. എടാ, നമ്മൾ ആ കാട്ടിലേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തു വെക്കാം. ടോർച്ച്, പിന്നെ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അതിനു വേണ്ടി ഫസ്റ്റ് എയ്ഡ്, വെള്ളം, അങ്ങനെ ആവശ്യമുള്ളത് എല്ലാം എടുക്കണം. അവർ വേണുവിൻ്റെ മുറിയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. പക്ഷെ ടോർച്ച് മാത്രം കിട്ടിയില്ല. വേണു അത് അന്വേഷിച്ച് താഴേക്ക് പോയി. അമ്മേ, ഇവിടെ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? എടാ, അത് അപ്പൂപ്പൻ്റെ റൂമിൽ കാണും. അച്ഛൻ അതൊക്കെ വീട് മാറിയപ്പോൾ ആ റൂമിൽ കൊണ്ടുവച്ചു. വേണു അത് അന്വേഷിച്ച് അപ്പൂപ്പൻ്റെ മുറിയിലേക്ക് ചെന്നു. ടോർച്ച് തിരിയാൻ തുടങ്ങി. അലമാര തുറന്നപ്പോൾ ഒരു കെട്ട് പേപ്പർ താഴേക്ക് വന്ന് വീണു. അവിടെ മൊത്തം പൊടിയായി. ടോർച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ടോർച്ച് എടുത്ത് പോക്കറ്റിൽ വെച്ച ശേഷം അവൻ വീണ് കിടന്ന പേപ്പർ കെട്ടുകൾ പഴയതുപോലെ വയ്ക്കാൻ തുടങ്ങി. അവസാനത്തെ ഒരു കെട്ടിൽ ആദ്യത്തെ പേജിലെ ഹെഡിങ് കണ്ടപ്പോൾ അവൻ ഞെട്ടി. കാർണിഷ് ഫോറസ്റ്റ്. അവൻ്റെ നാവ് അത് ഉരുവിടാൻ തുടങ്ങി. കാർണിഷ് ഫോറസ്റ്റ് എന്ന പേര് തലക്കെട്ടായി എഴുതിയിരുന്ന ഫയൽ മാത്രം എടുത്ത് വേണു മുകളിലേക്ക് ചെന്നു. അബുവും ജോണും കാർണിഷ് ഫോറസ്റ്റിലേക്ക് പുറപ്പെടാൻ ഒരു ചെറിയ ബാഗിൽ ചില സാധനങ്ങൾ വയ്ക്കുകയായിരുന്നു. വേണു അവരെ വിളിച്ചു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വേണു തൻ്റെ കയ്യിലിരുന്ന ഫയൽ അവർക്ക് നേരെ കാണിച്ചു. കാർണിഷ് ഫോറസ്റ്റ് എന്ന പേര് കണ്ടപ്പോൾ അബുവും ജോണും അമ്പരന്ന് നോക്കി നിന്നു. അവർ 3 പേരും എന്നും പോകാറുള്ള പാർക്കിലേക്ക് വിട്ടു. വീട്ടിൽ നിന്നും ആ ഫയലും എടുത്ത് അവർ നേരെ വന്നത് ഇവിടേക്കായിരുന്നു. നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ജോൺ ചോദിച്ചു. ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ അലമാരയിൽ നിന്ന് കിട്ടിയതാ. നമുക്ക് ആവശ്യമുള്ള കാര്യം ഇത്ര അടുത്തുണ്ടായിട്ടും നമ്മൾ കാണാതെ പോയി. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പൂപ്പന് ഈ ഫോറസ്റ്റിനെ കുറിച്ചും ആ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണം. അതെ. അതിനുശേഷം വേണു പതിയെ ആ ഫയൽ തുറന്നു. ഒരുപാട് നാൾ തുറക്കാതെ ഇരുന്നത് കൊണ്ട് അത് തുറന്നപ്പോൾ വല്ലാത്ത പൊടിയായിരുന്നു. അവർ അത് വായിക്കാൻ തുടങ്ങി. വേണുവിൻ്റെ അപ്പൂപ്പൻ്റെ ചില അനുഭവങ്ങളായിരുന്നു അത്. എൻ്റെ റിട്ടയർമെൻ്റ് ജീവിതത്തിൽ ഞാൻ തികച്ചും നിരാശനാണ്. ചെയ്യാൻ ഒന്നുമില്ല. നേരം വെളുക്കുന്ന തൊട്ട് രാത്രി വരെ വെറുതെ ഇരിക്കേണ്ടി വരുന്നു. എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ തീരുമാനമെടുത്തു. അതിനായി എൻ്റെ നാട്ടിൽ തന്നെ എനിക്കൊരു അവസരമുണ്ടായി. കാർണിഷ് ഫോറസ്റ്റ്. കാർണിഷ് തികച്ചും ദുരൂഹവും ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു കാടാണ്. പട്ടാളത്തിലായിരുന്നതിനാൽ എനിക്ക് അവിടേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അവിടെ പ്രേതമോ ഭൂതമോ ഉണ്ടെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു.
പണ്ട് കാലത്ത് ഒരുപാട് ആളുകൾ ഈ കാടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു. ഏത് രാത്രിയിലും അവിടേക്ക് കടന്നു ചെല്ലാൻ അവർ മടി കാട്ടിയിരുന്നില്ല. എന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം അവിടേക്കാരും പോകാതെയായി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വല്ലാത്ത കൗതുകം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്കായിരുന്നു യാത്ര. കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല നിശബ്ദതയാണ്. കുറെ ദൂരം നടന്നപ്പോൾ ദൂരെ നിന്നും ഞാൻ ആ കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിലൂടെ നോക്കിയപ്പോൾ ഒരു വീട്, അതും വളരെ ഭംഗിയുള്ള ഒരു വീട്. ഈ കാട്ടിനുള്ളിൽ ഇത്രയ്ക്കും ഭംഗിയുള്ള ഒരു വീടോ? എന്നിലെ കൗതുകം വർദ്ധിച്ചു. ഞാൻ അവിടേക്ക് നടന്ന് അടുത്തു. വീട് പുറത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. ചുറ്റും ആരും തന്നെയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഒരു മോഹം തോന്നി. പക്ഷെ ഉള്ളിൽ എന്നെ കാത്തിരിക്കുന്നത് അപകടമാണോ അത്ഭുതമാണോ എന്ന ആശയക്കുഴപ്പത്തിൽ ഞാൻ അവിടെ നിന്നു. ഉടൻ എൻ്റെ പുറകിൽ നിന്നും "ആരാ നിങ്ങൾ?" എന്നൊരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നീണ്ട വെളുത്ത താടിയുള്ള ഒരു മനുഷ്യൻ എന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. "നിങ്ങൾ ആരാ? എന്തിനാ ഇവിടെ വന്നത്?" അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ വെറുതെ ഈ കാട്ടിലൂടെ നടന്നപ്പോൾ ഈ വീട് കണ്ടു, അതാ ഞാൻ മറുപടി കൊടുത്തു. അയാൾ എന്നെ അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അയാളെ കണ്ടപ്പോൾ തന്നെ ഒരു പന്തികേട് തോന്നി. ഒരുപക്ഷേ മാനസിക വൈകല്യമുള്ള ആളാണെങ്കിൽ ഒരു ആക്രമണം അയാളിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ദിവസം ഞാൻ അവിടെ നിന്നും തിരിച്ചുപോയി. തലേ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ കാടും വീടും മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് കടക്കുക. പക്ഷേ വെള്ളത്താടിക്കാരനെ സൂക്ഷിക്കേണ്ടി വരും. ഇനി ഒരിക്കൽ കൂടി അയാൾ എന്നെ കണ്ടാൽ എന്താണ് ചെയ്യുക എന്ന് ഒരു പിടിയുമില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് നടന്നു. എൻ്റെ കയ്യിൽ ലൈസൻസുള്ള ഒരു റിവോൾവർ ഞാൻ കരുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ആക്രമണമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷ നേടുക മാത്രമാണ് ലക്ഷ്യം. വീടിൻ്റെ കുറേ ദൂരം മുൻപേ ഞാൻ എത്തി നിന്നു. റിവോൾവർ എൻ്റെ അരയിൽ തന്നെ ഉണ്ടോ എന്ന് തൊട്ടു നോക്കി. ഞാൻ ഉറപ്പുവരുത്തി. മുൻപിലേക്ക് നടന്നപ്പോൾ ഒരു വലിയ മരത്തിന് താഴെ ഒരാൾ ബോധമില്ലാതെ കിടക്കുന്നു. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. തലയിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ മലർത്തി കിടത്തി. അത് അയാളായിരുന്നു, ആ താടിക്കാരൻ. മുകളിലേക്ക് നോക്കിയപ്പോൾ വൃക്ഷത്തിലെ ഒരു ചില്ല ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഒരുപക്ഷേ ഇയാൾ അതിൽ നിന്നും വീണതാകും. ഞാൻ അയാളെ ഏറെ പണിപ്പെട്ട് ഒരു വൃക്ഷത്തിൻ്റെ അരികിൽ കൊണ്ട് ഇരുത്തി. എൻ്റെ തൂവാല കൊണ്ട് തലയിലെ മുറിവ് വെച്ച് കെട്ടി. കുടിക്കാൻ ഞാൻ കരുതിയ വെള്ളം മുഖത്തേക്ക് തളിച്ച് അയാളെ ഉണർത്തി. ബോധം വന്നപ്പോൾ അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. എന്നെ ആക്രമിക്കാൻ ഒരുങ്ങി. ഞാൻ കയ്യിൽ കരുതിയ റിവോൾവർ എടുക്കാൻ ഒരുങ്ങിയതും അയാൾ ശാന്തനായി. ഒരുപക്ഷെ അയാൾക്കെന്നെ ഇപ്പോഴാകും മനസ്സിലായത്. എൻ്റെ നേരെ വിരൽ ചൂണ്ടി. "നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് വരരുതെന്ന്?" അയാൾ ആക്രോശിച്ചു. "എന്നോട് ക്ഷമിക്കണം. നിങ്ങളിവിടെ രക്തമാർന്ന് കിടക്കുന്നത് കണ്ട് നിങ്ങളെ സഹായിക്കാൻ നിന്നാണ്." എൻ്റെ ആ മറുപടിയിൽ അയാൾ അല്പം മടങ്ങി. ഞാൻ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. "നിങ്ങൾ ശരിക്കും ആരാണ്? ഈ കാട്ടിൽ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക്? ആ വീട് നിങ്ങളുടേതാണോ?" എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു നോട്ട് മാത്രമായിരുന്നു അയാളുടെ ഉത്തരം. അപ്പോൾ അയാൾക്ക് പതിയെ തല കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ അയാളെ താങ്ങിപ്പിടിച്ച് എൻ്റെ കയ്യിലെ വെള്ളം കുടിക്കാൻ കൊടുത്തു. അയാൾ ദൂരെ ഒരു കുടിൽ ചൂണ്ടി കാണിച്ചു. ഞാൻ അയാളെ പിടിച്ച് അവിടേക്ക് നടന്നു. അത് അയാൾ താമസിക്കുന്ന കുടിലാണെന്ന് തോന്നുന്നു. കുറേ മുഷിഞ്ഞ ജാക്കറ്റ് പോലത്തെ വസ്ത്രം കാണാം. ഒരു വിളക്കും പിന്നെ ചില ആയുധങ്ങളും. എന്തോ പച്ചമരുന്നുകൾ അയാൾ നെറ്റിയിൽ വെച്ചു. "വളരെ നന്ദി," അയാൾ പതിയെ എന്നോട് പറഞ്ഞു. ഒരു ചെറിയ ചിരിയോടെ ഞാനത് സ്വീകരിച്ചു. ഇത്രയും വലിയ വീടുണ്ടായിട്ടും എന്തിനായി കുടിലിൽ കിടക്കുന്നത്? ഒട്ടും ക്ഷമയില്ലാതെ എൻ്റെ അടുത്ത ചോദ്യം. "ഒരു വലിയ കൊട്ടാരത്തിലെ കാവൽക്കാരനാണെന്നും അതേ കാവൽക്കാക്കുമെന്നാൽ അയാൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ യോഗ്യതയില്ല." ആ താടിക്കാരൻ എനിക്ക് മറുപടി തന്നു. "അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ സെക്യൂരിറ്റിയാണോ? അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള മുതലാളി ആരാണ്?" ആ ചോദ്യം കേട്ടപ്പോൾ അയാൾ എന്നെ തുറിച്ചു നോക്കി നിന്നു. എന്നിട്ട് പതിയെ പറഞ്ഞു, "കാർണിഷ്." "കാർണിഷോ? അതൊരാളാണോ? ഈ കാടിൻ്റെ പേര് തന്നെ അതാണല്ലോ." കാർണിഷിനെ കുറിച്ച് അറിയാൻ എനിക്ക് അത്യധികം ആകാംക്ഷ കൂടി വന്നു. അയാൾ ഈ വീടിൻ്റെ പിന്നിലെ രഹസ്യം വിവരിക്കാൻ തുടങ്ങി. കാർണിഷ് പണ്ട് കാലത്തെ ഈ കാടിൻ്റെ എല്ലാമായിരുന്നു. ഒരു നല്ല ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ജീവൻ തുടിക്കുന്ന പോലെ തോന്നും. നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചില്ലേ? ഇത് അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ്. ഒരു കലാകാരൻ്റെ കഴിവ് ഇതിൽ തന്നെ കാണാം. പക്ഷേ അദ്ദേഹം ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല. സർവ്വ മന്ത്രങ്ങളും അറിയാവുന്ന ഒരു മന്ത്രവാദി കൂടിയായിരുന്നു.
ആ കാലങ്ങളിൽ ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കളെ അദ്ദേഹമായിരുന്നു തളച്ചിരുന്നത്. അത് പാലമരത്തിൽ ആണിയടിച്ചായിരുന്നില്ല. കേൾക്കുമ്പോൾ വിചിത്രം തോന്നും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലായിരുന്നു. ആത്മാക്കളുടെ ശല്യമുണ്ടായാൽ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരും. നടന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം കാർണിഷ് തൻ്റെ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് ആത്മാവിനെ കണ്ടെത്തും. ആത്മാവ് പുരുഷനോ സ്ത്രീയോ ആകട്ടെ, അവർക്ക് കണക്കാക്കി ഒരു ചിത്രം വരയ്ക്കും. വെറുമൊരു ചിത്രമല്ലാതെ വരച്ച ശേഷം അതിൽ ചില പൂജിച്ച ചരടുകൾ വെച്ച് യോജിപ്പിക്കും. അതിനുശേഷം ആത്മാവിനെ അതിൽ ബന്ധിപ്പിക്കും. ഓരോ ചിത്രത്തിനും ഓരോ ആത്മാവിൻ്റെ കഥകൾ പറയാനുണ്ട്. എല്ലാവർക്കും ഈ പ്രേതകഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയുടെ ബാക്കി കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.